നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന ഡിഗ്രി ലെവൽ പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് വരാനിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മാത്രമല്ല, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയ നിരവധി പോസ്റ്റുകൾ, ഡിഗ്രി ലെവൽ പരീക്ഷകൾ 2026 നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുക. നമുക്കറിയാം, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഏതാണ്ട് 4000-ഓളം വേക്കൻസികൾ വരാൻ പോകുന്ന പോസ്റ്റാണ്. അതിനോടൊപ്പം ഏതാണ്ട് 500-ഓളം വേക്കൻസികൾ വരാൻ പോകുന്ന പോസ്റ്റാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഈ പോസ്റ്റിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ, അതായത് എന്താണ് ജോലി, എവിടെയാണ് ജോലി കിട്ടാൻ സാധ്യതയുള്ളത്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഇതിന്റെ ശമ്പള സ്കെയിൽ എന്താണ്, പ്രൊമോഷൻ സാധ്യതകൾ എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ പരിശോധിക്കാൻ പോവാം. എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മക്കളുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷയുടെ തൊട്ട് മുമ്പിലുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ, അതായത് ഈ കഴിഞ്ഞ നിലവിൽ റാങ്ക് ലിസ്റ്റ് ഉള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം നോക്കിയാൽ 486/2022 എന്നതാണ് നോട്ടിഫിക്കേഷൻ. ഓക്കെ, 486/2022 എന്ന നോട്ടിഫിക്കേഷൻ ആണ്. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് എന്തുണ്ടായി, വിളിക്കുകയുണ്ടായി. ഇതിന്റെ ശമ്പള സ്കെയില് 39,300 മുതൽ 83,000 വരെയാണ്. അതായത് 39,300 ആണ് ബേസിക് പേ എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് പേ എന്ന് പറയുന്നത് 39,300 മുതൽ 83,000 രൂപ വരെയാണ്. അപ്പൊ നല്ല സാലറി കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ആണ് ഏതെന്നറിയപ്പെടുക, നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്നറിയപ്പെടുക. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നായിരുന്നു ആദ്യ സമയത്ത് വന്നിരുന്നത്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് 2022 നവംബർ മാസത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോ 2025 ആയിട്ടുണ്ട്. ഈ ഒരു നവംബർ ഡിസംബർ മാസങ്ങളിലേക്ക് എന്ത് പ്രതീക്ഷിക്കാം, പുതിയ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പൊ എപ്പോഴത്തേക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചാൽ 2025 അവസാനത്തോടുകൂടി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റും, ഇവിടെ കിടക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റും അതേപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വരാനായിട്ടിരിക്കുകയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരുമോ നമുക്ക് ഏകദേശം ധാരണയായി. ഇനി മക്കളെ നോക്കിയടാ, ഇതിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് നടക്കാൻ പോവുക. ഇതിന്റെ ഏജ് ലിമിറ്റ് 18 വയസ്സിനും 36 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ്. ജനറൽ കാറ്റഗറി ആണ് എങ്കിൽ നിങ്ങൾക്ക് 18 വയസ്സിനും 36 വയസ്സിനും ഇടയിൽ പ്രായം ഉണ്ടാവണം. ഇനി നിങ്ങളൊരു OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ 18 വയസ്സിനും 39 വയസ്സിനും ഇടയിൽ പ്രായം ഉണ്ടാകണം. ഇനി നിങ്ങളൊരു SC ST കാൻഡിഡേറ്റ് ആണെങ്കിലോ 18 വയസ്സിനും 41 വയസ്സിനും ഇടയിൽ പ്രായമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാരണം, ഈ കിടക്കുന്ന ഏജ് എന്ന് പറയുന്നത് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഏജ് വരിക? 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവർക്ക് എന്താണ്, 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ച ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് ലിമിറ്റ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ച ആളുകൾക്ക് ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങളൊരു OBC കാൻഡിഡേറ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ കിട്ടും. നിങ്ങളൊരു SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ആയിരിക്കും അവിടെ കിട്ടാനായിട്ട് പോകുക. അപ്പൊ അതനുസരിച്ച് എന്ത് ചെയ്തോളും, ഈ ഒരു കാറ്റഗറി മാറിക്കോളും. OBC ആണെങ്കിൽ 1986 then അതേപോലെ തന്നെ 1984 വെച്ചിട്ട് SC ST കാൻഡിഡേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുക. ഓക്കെ അല്ലേ? ഏജ് ലിമിറ്റ് സെറ്റ് ആണ്. ഇനി മക്കളെ ഒന്ന് നോക്കിയാൽ 486/2022 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ ഒരു ആപ്ലിക്കേഷൻ കഴിഞ്ഞ് ഏതാണ്ട് 5,59,733 പേരാണ് പരീക്ഷ എഴുതുവാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തത്. എത്രയാണ്? 5,59,733 പേർ, ഏതാണ്ട് 5.5 ലക്ഷം പേർ. എന്നാൽ ഇക്കഴിഞ്ഞ നമ്മുടെ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ, ഈ തൊട്ട് മുമ്പ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി നടന്ന ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷന് ഏതാണ്ട് 4.5 ലക്ഷം പേര് മാത്രമാണ് ആപ്ലിക്കേഷൻ കൊടുത്തത്. എന്ന് പറഞ്ഞാൽ 1 ലക്ഷം പേരുടെ കുറവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം 4 ലക്ഷം പേരാണ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതേപോലൊരു ട്രെൻഡ്, ഏതാണ്ട് 4.5 ലക്ഷം പേരെടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒരു പോസ്റ്റ് ആണ് ഈ വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുക. ഇനി ഇവിടെ ഒന്ന് നോക്കിയാൽ ഇതിന്റെ കട്ട് ഓഫ് പരിശോധിച്ചാൽ പ്രിലിമിനറി പരീക്ഷയുടെ കട്ട് ഓഫ് 50.59 ആണ്. ഓക്കെ,
പ്രിലിമിനറി പരീക്ഷയുടെ കട്ട് ഓഫ് 50.59 ആണ്. എന്നാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു? സെക്രട്ടറി അസിസ്റ്റന്റ് ഈ കഴിഞ്ഞ സെക്രട്ടറി അസിസ്റ്റന്റ് കട്ട് ഓഫ് 46 ആണ്. ഇവിടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കഴിഞ്ഞ എത്രയായിരുന്നു? അത് 50.59 ആയിരുന്നു. താരതമ്യേന അത്യാവശ്യം കുറച്ച് ചോദ്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരുന്നു. ഇനി മെയിൻസിലേക്ക് എത്തിയപ്പോഴോ കട്ട് ഓഫ് 57 ആയിട്ട് കൂടി. മെയിൻസിൽ എത്തിയപ്പോൾ കട്ട് ഓഫ് 57 ആയിരുന്നു. മെയിൻ ലിസ്റ്റിൽ 770 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ദെൻ സപ്ലിമെന്ററി ലിസ്റ്റിൽ 793 പേരെ ഉൾപ്പെടുത്തി. 38 പേര് ഡിസേബിൾഡ് കാറ്റഗറിയിലും ഉണ്ടായിരുന്നു. ദെൻ അങ്ങനെ ആകെ 1601 പേരായിരുന്നു ടോട്ടൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതായത് 57 കട്ട് ഓഫ് ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു? 1601 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മെയിൻ ലിസ്റ്റിൽ 770 പേരെയാണ് എന്ത് ചെയ്തത്? ഉൾപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ 5,50,000 നിന്ന് 770 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? അങ്ങനെയാണ് എങ്കിൽ ഈ കിടക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 11/3/2024 11/3/2024 മാർച്ച് മാസം 11-ാം തീയതി. 3 വർഷമാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉള്ളത്. അതായത് റാങ്ക് ലിസ്റ്റ് തീരാനായിട്ട് പോകുന്നത് 10/3/2027 10/3/2027. അങ്ങനെ 10/3/2027 റാങ്ക് ലിസ്റ്റ് തീർന്നാൽ തൊട്ടടുത്ത ദിവസം 11/3/2027 തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റ് വരേണ്ടതുണ്ട്. പുതിയ റാങ്ക് ലിസ്റ്റ് വരേണ്ടത് 11/3/2027 അങ്ങനെ വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും 2025 ലാസ്റ്റിൽ നോട്ടിഫിക്കേഷൻ വരികയും അതിനോടൊപ്പം തന്നെ 2026 മെയ് മാസങ്ങളിലേക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുകയും 2026 സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലായിട്ട് മെയിൻസ് എക്സാമിനേഷൻ നടക്കുകയും ചെയ്താൽ മാത്രമേ 2027 മാർച്ച് മാസത്തേക്ക് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ കഴിയൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വർഷം അവസാനം നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കാം. മനസ്സിലായോ? എപ്പോ റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ പോകുന്നത് 2027 മാർച്ച് മാസം 10 കൂടിയിട്ടാണ്. അങ്ങനെയാണ് എങ്കിൽ 2027 മാർച്ച് മാസം 11 കൂടി പുതിയ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. അപ്പൊ ഈ കാലയളവിനുള്ളിൽ എന്ത് നടക്കണം? ബാക്കി എല്ലാ പ്രൊസീജിയറുകളും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എക്സാമിനേഷൻ എന്ന് പ്രതീക്ഷിക്കുമെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ എത്ര മാർക്ക് വരെ കട്ട് ഓഫ് കഴിഞ്ഞ അവിടെ വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇതിന് എത്ര പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. then മക്കളെ അങ്ങനെയാണ് എങ്കിൽ നേരെ നമ്മുടെ അഡ്വൈസ് ലിസ്റ്റിലേക്ക് പോയാൽ എത്ര പേർക്ക് നിയമനം കിട്ടിയിട്ടുണ്ട്? അതായത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 11/3/2024. ഇന്ന് തീയതി എത്രയാണ്? 2025 ഓഗസ്റ്റ് മാസമാണ് അല്ലെ? ഓഗസ്റ്റ് മാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 6-ാം തീയതി ആയിട്ടേ ഉള്ളൂ അല്ലെ? 2025 ഓഗസ്റ്റ് 6 എന്ന് പറഞ്ഞാൽ 1.5 വർഷം അല്ലെ? ഏകദേശം 1.5 വർഷം എന്ന് കണക്കാക്കാം. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഇപ്പോൾ 1.5 വർഷം എന്ന് കണക്കാക്കാം. 257 വേക്കൻസിയാണ് ഇതിനോടകം എന്ത് ചെയ്തിട്ടുള്ളത്? ഫില്ല് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, 257. ഇത് 18/6/2025. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് വേക്കൻസിയോടെ വന്നിട്ടുണ്ട്. അതായത് ഏതാണ്ട് ഒരു 280 വേക്കൻസിയോളം നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്. ക്ലിയർ അല്ലേ? 280ഓളം വേക്കൻസി നിലവിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന കാറ്റഗറിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ OC കാറ്റഗറി ആണെങ്കിൽ 170 വരെ പോയിട്ടുണ്ട്. EWS ആണെങ്കിൽ 191 റാങ്ക് വരെ പോയിട്ടുണ്ട്. ഈഴവ 176 വരെ പോയി. SC സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 12 പോയിട്ടുണ്ട്. ST സപ്ലിമെന്ററി 3 പോയിട്ടുണ്ട്. ദെൻ മുസ്ലിം ആണെങ്കിൽ 211 പോയിട്ടുണ്ട്. LC AI അതായത് LC കാറ്റഗറിയിൽ നിന്ന് 697 പോയിട്ടുണ്ട്. OBC 175, വിശ്വകർമ്മ 326, ധീവരയാണെങ്കിൽ 567, SAUC നാടാറൊക്കെ 283, ഹിന്ദു നാടാറ് 272 അങ്ങനെയുള്ള കാറ്റഗറിയിൽ നിന്ന് പോയിട്ടുണ്ട്. ഓക്കെ ആടാ? അപ്പൊ ഇവിടെ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏതാണ്ട് 280ഓളം വേക്കൻസി 1.5 വർഷം കൊണ്ട് പോയിട്ടുണ്ട്. ഇനിയും 1.5 വർഷം കാലാവധി ഉണ്ട്. ഏതാണ്ട് 500-നടുത്ത് വേക്കൻസികൾ അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതായത് വരുന്ന നോട്ടിഫിക്കേഷനിലും നമുക്ക് 3 വർഷം കിട്ടുകയാണ്. ഏതാണ്ട് 500-നടുത്ത് വേക്കൻസികൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ കമ്പനി ബോർഡ് അസിസ്റ്റന്റും ഇതിന്റെ കൂടുതൽ തന്നെ ഉണ്ട് എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും വേക്കൻസി അവസരങ്ങൾ എവിടെയുണ്ട്? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൽ ഉണ്ട്. ഇത് ഒരുപാട് കൂടി പോകാൻ സാധ്യതയില്ല. ഏതാണ്ട് 500-നടുത്ത് വേക്കൻസികൾ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇനി
ഇനി നിങ്ങൾക്ക് കഴിഞ്ഞ ഇതിന് മുൻപുണ്ടായിരുന്ന, അതായത് നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന് മുമ്പുള്ള റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചാൽ 215/2022 എന്ന കാറ്റഗറി, 215/2018 എന്ന കാറ്റഗറി നോക്കിയാൽ 1026 പേർക്ക് അവിടെ നിന്ന് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? നിയമനം കിട്ടിയിട്ടുണ്ടായിരുന്നു. 1026 പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ നിന്ന് നിയമനം കിട്ടിയിട്ടുണ്ട്. നിലവിൽ ഏതാണ്ട് 280 പോയി, ഇതൊരു 500ലേക്ക്, ഒരു പകുതിയിലേക്കൊക്കെ എന്ത് ചെയ്യാം, നിയമനം കിട്ടാനുള്ള സാധ്യത അവിടെ ഉണ്ട്. ക്ലിയർ ആണ്, സെറ്റ് ആണ്. അത്രയും പേർക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് എന്ന് കൂടി എന്ത് ചെയ്തേക്കാം, ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. ഇനി എവിടെയാണ് നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരിക? എവിടെയാണ് ജോലി ചെയ്യേണ്ടി വരിക? കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരിക? ജോലി ചെയ്യേണ്ടി വരിക. അവിടെ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലായിരിക്കും നിങ്ങൾക്ക് നിയമനം കിട്ടുക. ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ്? മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയം, കോട്ടയത്തെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയോ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അനുബന്ധ സ്ഥാപനങ്ങളോ, ദെൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി, അതിന്റെ വിവിധ ക്യാമ്പസുകൾ അല്ലെങ്കിൽ അതിന്റെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യാം. Then Kerala Veterinary and Animal Science University, Cochin University of Science and Technology, then Kerala University of Health Science, then APJ Abdul Kalam Technological University, Kerala University of Fisheries and Ocean Studies, Kannur University, Sri Shankaracharya University of Sanskrit തുടങ്ങിയ വിവിധ യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യാൻ പറ്റും? അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് മ്യൂച്വൽ ട്രാൻസ്ഫറുകളൊക്കെ എന്താണ്, യൂണിവേഴ്സിറ്റികളിൽ നിന്ന് യൂണിവേഴ്സിറ്റികളിലേക്ക് ആരെങ്കിലും മാറാനുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഒക്കെ നേടിയെടുക്കാനായിട്ട് പറ്റും. അസിസ്റ്റന്റിൽ നിന്ന് സെക്ഷൻ ഓഫീസറിലേക്കും, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറിലേക്കും, സെക്ഷൻ ഓഫീസറിലേക്കും അങ്ങനെ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി പോകാനുള്ള സാധ്യതയുമുണ്ട്. അതായത് നിങ്ങൾ കയറുന്നത് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിലും അതിന് മുകളിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഉണ്ടാകും, അതേപോലെ തന്നെ സെക്ഷൻ ഓഫീസർ ഉണ്ടാകും. അങ്ങനെ പല പോസ്റ്റുകളിലേക്കും മുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊമോഷൻ ആയി പോയിട്ട് ഗസറ്റഡ് ഓഫീസർ ഉൾപ്പെടെ എന്ത് ചെയ്യാൻ പറ്റും? പ്രൊമോഷൻ ആവാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇവിടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് മാത്രമായിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ ഒതുക്കരുത്. കാരണം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന വലിയൊരു സാധ്യത നിങ്ങളുടെ മുൻപിൽ കിടപ്പുണ്ട്. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് എങ്കിൽ ഏതാണ്ട് 4000-ഓളം നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ ഏതാണ്ട് 500-ഓളം വേക്കൻസികൾ പ്രതീക്ഷിക്കാം. പക്ഷേ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ജോലി ചെയ്യണമെന്ന് അത്രയും ആഗ്രഹമുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി പഠിക്കണം. ഇവിടെ ഈ 2 പോസ്റ്റുകൾക്ക് വേണ്ടി പഠിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും 2 കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യണം. ഒരുപാട് പേയ്മെന്റ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. പക്ഷേ സൂപ്പർ നോട്ട്സിന്റെ പ്രത്യേകത ഇതാണ്, നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ഒറ്റ കോഴ്സിൽ പഠിക്കാൻ പറ്റും. മെയിൻസ് എക്സാം എത്തുമ്പോഴേക്കും ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള സിലബസ് ഉണ്ടെങ്കിലും ആ സിലബസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒറ്റ കോഴ്സിൽ തന്നെ കവർ ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഫീസിൽ മെയിൻസ് വരെ, ഇനി ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ അതുവരെയും പഠിക്കാനായിട്ടുള്ള സാഹചര്യം സൂപ്പർ നോട്ട്സ് ഒരുക്കി തരുന്നുണ്ട്. ഇവിടെ മക്കളെ ഇങ്ങനെയാണ് വരിക: കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, എക്സൈസ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, കഴിഞ്ഞിട്ടില്ല ഇതിനോടൊപ്പം തന്നെ മറ്റേതെങ്കിലും പോസ്റ്റുകൾ എക്സാം, പ്രിലിമിനറി എക്സാം നടക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് SBCID പ്രിലിമിനറി എക്സാമിനേഷൻ ആയിട്ടാണ് നടക്കുന്നത് എങ്കിൽ, അല്ല എങ്കിൽ ഇതിനോടൊപ്പം വരാനിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പോലുള്ള പോസ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ ഇതെല്ലാം എന്തായിരിക്കും? ഈ ഒരു കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആരെങ്കിലും അഡ്മിഷൻ എടുക്കാനായിട്ട് ഇനിയും ഉണ്ട് എങ്കിൽ നല്ലൊരു അവസരം നിങ്ങളുടെ മുൻപിൽ വരികയാണ്. എത്രയും വേഗം അഡ്മിഷൻ എടുത്ത് പഠിച്ചു തുടങ്ങുക. 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിലേക്കോ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. താഴെ കാണുന്ന ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ബാച്ച് സെലക്ട് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? നേരെ പേയ്മെന്റ് ചെയ്ത് അഡ്മിഷൻ എടുക്കാനായിട്ടും പറ്റും. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക, കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ UPSC ലെവലുള്ള PDF മെറ്റീരിയലുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന സ്റ്റഡി നോട്ടുകൾ, തന്നെ ക്വസ്റ്റ്യനുകൾ, PYQ മെറ്റീരിയലുകൾ, ദെൻ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകൾ, ഇങ്ങനെയുള്ളതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ദെൻ റെക്കോർഡഡ് ക്ലാസ്സുകളും ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും ലഭിക്കുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സുകളാകുമ്പോൾ നിങ്ങൾക്ക് വെറുതെ എന്ത് ചെയ്തില്ല, നിങ്ങളുടെ സമയം ഒന്നും നഷ്ടപ്പെടില്ല. കൃത്യമായിട്ടുള്ള സമയം, കൃത്യമായിട്ടുള്ള കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തും. ദെൻ അതേപോലെ തന്നെ ലൈവ് സെഷൻസിലൂടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ധാരണയും നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞു തരും. അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് എല്ലാ മൺഡേയിലും നിങ്ങൾക്ക് എന്താണ്? ഒരു മെന്റർഷിപ്പ് ലഭിക്കും. അതിനോടൊപ്പം തന്നെ പ്രാക്ടീസ് ടെസ്റ്റുകൾ, കൃത്യമായിട്ട് പ്രാക്ടീസ് ടെസ്റ്റുകൾ കിട്ടും. വീക്ക്ലി ടെസ്റ്റുകളും മറ്റുമൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കും. ദെൻ ഓരോ ടോപ്പിക്ക് കഴിയും തോറും ആ ടോപ്പിക്കിന്റെ എക്സാമുകൾ ലഭിക്കും. വീക്ക്ലി എക്സാമുകൾ ലഭിക്കും. കൃത്യമായ ഇടവേളകളിൽ മന്ത്ലി എക്സാമുകൾ ലഭിക്കും. അങ്ങനെ എല്ലാമായിട്ടുള്ള ഒരു അടിപൊളി ബാച്ച് ആയിരിക്കും ഈ ഒരു ബാച്ച്. ഈ ബാച്ചിലേക്ക് ഇനി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അഡ്മിഷൻ കൂടി മാത്രമേ നടക്കാനുള്ളൂ. അതായത് 50 സീറ്റുകൾ കൂടി മാത്രമാണ് പെൻഡിങ് ഉള്ളത്. അതിനുശേഷം ഈ ബാച്ച് എത്രയും വേഗം ക്ലോസ് ആവും. അപ്പോൾ ആരെങ്കിലും ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ എത്രയും വേഗം 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. അല്ല എങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. താങ്ക് യു സോ മച്ച്.